വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാരം ഉണ്ടാവുക. ഇവിടെ നിൽക്കുന്ന കൂടുതൽ ആളുകളുടെ പ്രതികരണങ്ങളിലേക്ക് പോവുകയാണ്. നേരത്തെ വന്നോ? കുറച്ച് സമയം വന്നിട്ട് നമ്മുടെ മനസ്സും പ്രാർത്ഥനയും എല്ലാം നമ്മുടെ അർജുൻ്റെ കൂടെയായിരുന്നു ദിവസങ്ങളോളം. ഇപ്പോൾ അർജുനെ കാണാൻ വേണ്ടി ഞങ്ങൾ വളരെ ആഗ്രഹത്തോടെ കാത്തിരിക്കുകയാണ്. അവൻ്റെ കൂടെ നമുക്കും ആ വീട്ടിലേക്ക് പോകണമെന്ന ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. ഏതായാലും വളരെ ദുഃഖമുള്ള ഒരു സാഹചര്യമാണ്. ഒരുപാട് ദിവസം കുടുംബത്തിൻ്റെയും നമ്മുടെ കേരളക്കാരെയും ഒക്കെ കരയിച്ച നമുക്കേറെ പ്രിയപ്പെട്ട അർജുൻ നമ്മുടെ അടുത്തേക്ക് എത്തിച്ചേരുകയാണ്. അതിന് വേദനയോടെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഏതാണ്ട് 7 മണിക്ക് ഇവിടെ എത്തുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. കേരളം ഇന്നലെ ഉറങ്ങിയിട്ടില്ല. എല്ലാവരും അർജുനെ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഈ പൂളാടിക്കുന്നിൽ കോഴിക്കോട് ജില്ലയിലെ ആളുകൾ മാത്രമല്ല, കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് മോട്ടോർ തൊഴിലാളികളും ഉടമകളും എല്ലാ വിഭാഗം ആളുകളും അർജുനൻ്റെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങാൻ വേണ്ടി ഇവിടെ കാത്തിരിക്കുകയാണ്. ഏതാണ്ട് 71 ദിവസമായി കേരളത്തിൻ്റെ ഒരു നോവാണ്. സ്വാഭാവികമായിട്ടും എന്താണ് വല്ലാത്ത പ്രയാസത്തിലാണ് ഈ നാട് ഒത്തുക്കുള്ളത്. കേരളത്തിലെ മോട്ടോർ തൊഴിലാളി സമൂഹം ഒന്നാകെ വല്ലാതെ പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ അർജുനൻ സംഭവിച്ചത് മറ്റൊരാൾക്ക് സംഭവിക്കാതിരിക്കാനുള്ള എല്ലാ കരുതലുകളും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് മാസങ്ങളോളം ഈ കേരളത്തിലേക്ക് ഉൽപ്പന്നമായിട്ട് പോകുന്ന ലോറി തൊഴിലാളികൾ നേരിടുന്ന ഒട്ടേറെ പ്രയാസങ്ങളുണ്ട്. അത് പലതവണ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അതിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട്. ദീർഘദൂര യാത്ര ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഒന്ന് വിശ്രമിക്കാനോ ഒരു ഭക്ഷണം കഴിക്കാനോ ഈ പാതയോരത്തൊന്നും ഒരു സൗകര്യമില്ലാത്ത അവസ്ഥയുണ്ട്. സത്യത്തിൽ അർജുനന് ദുരന്തം ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ സമാനതകളില്ലാത്തൊരു തെരച്ചിലാണ് പിന്നീട് അവിടെ നടന്നത്. സമാനതകളില്ലാത്ത തെരച്ചിലാണ് പിന്നീട് നടന്നത്. പക്ഷേ ആദ്യത്തെ 2 ദിവസം സ്വാഭാവിക ആദ്യത്തെ 4 ദിവസം ഒരു വേണ്ടത്ര ഗൗരവം ഉണ്ടായില്ല. പിന്നീട് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ വലിയ ഇടപെടൽ ഭാഗമായിട്ടാണ് തെരച്ചിൽ തുടങ്ങിയത്. ആ തെരച്ചിൽ തുടങ്ങിയപ്പോൾ തന്നെ നമുക്കറിയാം, രാത്രി കാലത്ത് ലൈറ്റില്ല എന്നൊക്കെ പറഞ്ഞ് തെരച്ചിൽ വൈകുന്നേരം നിർത്തിവെക്കുകയും അങ്ങനെ 5 മണിയാകുമ്പോൾ നിർത്തിവെക്കുകയും പിറ്റേന്ന് തുടങ്ങുന്നൊരവസ്ഥയൊക്കെ ഉണ്ടായത്. പിന്നീട് തെരച്ചിൽ അവസാനിപ്പിച്ചു. പിന്നെ രണ്ടാമത് ആക്ഷൻ കമ്മിറ്റിയും നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഒട്ടേറെ ആളുകൾ ഇടപെട്ടതിന്റെ ഭാഗമായിട്ട് രണ്ടാമതും തെരച്ചിൽ പുനരാരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞു. കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ടാകും. അവരുടെ പ്രശ്നങ്ങൾ അർജുന്റെ സഹപ്രവർത്തകരാണ്, ആക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ടാകും. ഇങ്ങനെ ലോറി ഡ്രൈവർമാർ അവർ ദൂരയാത്ര പോകുന്നവരാണ്. അങ്ങനെയുള്ള യാത്രക്കിടയിലാണ് നമ്മുടെ അർജുനെ നമുക്ക് നഷ്ടമാകുന്നത്. അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച് അവർക്ക് പറയാനുണ്ടാകും. വിശ്രമ സ്ഥലത്തെക്കുറിച്ച് പറയാനുണ്ടാകും. വഴിയരികിൽ കൃത്യമായ സൗകര്യങ്ങളില്ലാതെ പ്രതികൂല കാലാവസ്ഥയിൽ പോലും അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും നിർത്തിയിട്ട് കഴിയേണ്ട ലോറി ഡ്രൈവർമാരുടെ ആ ഒരു അവസ്ഥയെക്കുറിച്ച് അവർക്ക് പരാതികൾ ഉണ്ടാകും. അർജുനെ അവസാനമായി യാത്രയയക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരുങ്ങി നിൽക്കുന്നവരാണ്. അവർക്ക് ആ തെരച്ചിലെ ആദ്യ നാളുകളുടെ മെല്ലപ്പോക്കിനെ കുറിച്ചുള്ള പരാതികൾ ഉണ്ടാകും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് പറയാനുണ്ടാകും. എങ്കിലും അർജുനെ കണ്ടെത്തിയാലോ എന്ന് ഉള്ളൊരു ആശ്വാസമല്ല, ഒരു സമാധാനം അവർക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ അവസാന യാത്ര അയക്കാൻ വേണ്ടിയിട്ട് പൂളാടിക്കുന്നിൽ അവരും കാത്തു നിൽക്കുകയാണ്. വിലാപയാത്രയായി അർജുൻ്റെ ആംബുലൻസിനൊപ്പം തന്നെ ഇവരും അനുഗമിക്കുന്നതായിരിക്കും.